ഏവർക്കും നമസ്കാരം. ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. മുഖം നഷ്ടപ്പെട്ടവരോ? അതെ, ചില നേരുകൾ പറയാതിരിക്കാനാവില്ല. മുഖം നഷ്ടപ്പെട്ടവരുടെയും അങ്ങനെയുള്ളവർക്ക് മുഖമേകാൻ നിയുക്തരായവരുടെയും ദുര്യോഗത്തിൻ്റെ നഗ്ന സത്യങ്ങൾ ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഏറിവരികയാണ്. മനുഷ്യരായെങ്കിലും കരുതപ്പെടാനുള്ള ഭരണഘടന നൽകുന്ന അവകാശവും മനുഷ്യ അസ്തിത്വവുമുള്ളവരല്ലേ ഈ മനുഷ്യരും? ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ ഒട്ടേറെയാണ്. ഷൈസൻ ഔസേപ്പ് സംവിധാനം ചെയ്ത് ട്രൈലൈറ്റ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും എല്ലാ ഭാരതീയർക്കും അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. കലയും കലാകാരന്മാരും കലയുടെ സാങ്കേതികതയും മനുഷ്യ കഥാകഥനങ്ങളാവണമെന്നത് നിഷ്പക്ഷമായ കാര്യമാണ്. കുടിവെള്ളത്തിനു വേണ്ടി ഒളിച്ചും പാത്തും ഒരു ജന്മിയുടെ കിണറ്റിൻകരയിലെത്തുന്ന സ്ത്രീകളും വെള്ളം കോരി എന്നതിൻ്റെ പേരിൽ അവർക്കും ആ ഗ്രാമത്തിനും നേരിടേണ്ടി വന്ന മേലാളവർഗത്തിൻ്റെ കൊടും യാതനകളുടെ രംഗവും ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ തെളിയുന്നത്. 21-ാം നൂറ്റാണ്ടിലും ഭാരതം എന്ന രാജ്യത്തിൻ്റെ അധികമാരും കണ്ടിട്ടില്ലാത്ത ചില മുഖങ്ങൾ അനാവരണം ചെയ്യുന്നതിൽ ഈ സിനിമ വിജയിച്ചിരിക്കുകയാണ്. എത്ര മൂടി വച്ചാലും എത്ര ബഹുമറ തീർത്താലും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളും അനീതിയും പുറത്തു കൊണ്ടുവന്നെങ്കിലേ ദരിദ്രരും അവശരുമായ കോടാനുകോടി മനുഷ്യരുടെ നൊമ്പരങ്ങൾക്കും നെടുവീർപ്പുകൾക്കും നീതി കൊടുക്കാൻ നമുക്കുമാവൂ. സമൂഹത്തിൻ്റെ സുസ്ഥിതിയിലും സാഹോദര്യത്തിലും അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിലും അടിയുറച്ച് വിശ്വസിച്ച, അകമഴിഞ്ഞ് അതിനുവേണ്ടി ആത്മാർപ്പണം ചെയ്ത ഒട്ടനവധി നേതാക്കളുടെ ഒരു സുവർണകാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അത് വിഭാഗീയതയുടെയും വെറും രാഷ്ട്രീയത്തിൻ്റെയും സ്വാർത്ഥത്തിൻ്റെയും വഴികളിലേക്ക് ചുവടുമാറ്റി ചവിട്ടി ഘോഷയാത്രകളും സ്വാർത്ഥ സദസ്സുകളുമായി അധപതിക്കുമ്പോൾ കോരനെന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പഴംപുരാണം വേഷം മാറി ആടുക തന്നെയാണിവിടെ. നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിൻ്റെ മുഖവും മാനവുമായി കടന്നു വന്ന ഒരു സമർപ്പിതയുടെ സാധനകളുടെയും സാധ്യതകളുടെയും പരിമിതികളുടെയും അപാരതകളിലേക്കാണ് ഈ സിനിമ വെളിച്ചം വീശുന്നത്. ഭാരതത്തിൻ്റെ വടക്കു പ്രദേശങ്ങളിൽ അശരണർക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിതം ഹോമിച്ച റാണി മരിയ എന്ന ഒരു വാഴ്ത്തപ്പെട്ട ജീവിതത്തിൻ്റെ സുഹൃത്തുക്കൾക്കാണ് കക്കുകളികളേക്കാൾ നിറവും മണവുമെന്ന് കാണികൾ വിധിയെഴുതി കഴിഞ്ഞു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നും സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയുമെന്ന് പാടിയവർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അവർ ഒരുപക്ഷെ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. അവിടെയാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് പോലുള്ള സിനിമകളുടെ കലാമൂല്യവും സംവേദനക്ഷമതയും കാലഘട്ടത്തിൽ എടുത്തു കാണിക്കേണ്ടത്. അന്നും ഇന്നും എപ്പോഴും മണ്ണിൻ്റെ മക്കൾ നിവർന്നു നിൽക്കാൻ പഠിച്ചതും നീതിബോധത്തിലേക്ക് ഉയർന്നതും ഇതുപോലുള്ള ഇൻഡോർ റാണിമാരുടെ തണലിൽ തന്നെയാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും തടവുകാർക്ക് മോചനവും അശരണർക്ക് ആലംബവുമായി വന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരം ഇൻഡോറിൽ ദുരിതമനുഭവിക്കുന്ന കർഷകരിലേക്കും ഗോത്രവർഗ സമൂഹത്തിലേക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരിലേക്കും ചവിട്ടിയരയ്ക്കപ്പെട്ട സ്ത്രീ ജീവിതത്തിലേക്കും ഒരു റാണിമരിയായി കടന്നു ചെല്ലുകയായിരുന്നു. മഠത്തിനും താൻ ജീവിക്കുന്ന ജീവിതാവസ്ഥയ്ക്കും ഭീഷണി ഉയരുന്ന സാഹചര്യത്തിലാണ് റാണിമരിയ പ്രവാചകധീരതയോടെ ഒരു ക്രിസ്തു സാക്ഷ്യമായി പ്രതിസംസ്കാരം സൃഷ്ടിച്ചു നിൽക്കുന്നത്. സവിശേഷവും സുഘടിതവുമായ ഒരു സ്ട്രെങ്ത് ഈ കഥയ്ക്കും സിനിമയ്ക്കുമുണ്ടെന്ന് ഷൈസൻ ഔസേപ്പ് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ യാഥാർത്ഥ്യബോധത്തോടെ സിനിമയുടെ ആദിമധ്യാന്തം ഒരു സംഭവത്തെ നേരിട്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അനുഭവത്തോടെ തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയത്. ജയ്പാലാനന്ദൻ്റെ തിരക്കഥയുടെ അച്ചടക്കം,
സിനിമയെ പ്രൊഫഷണലാക്കി മാറ്റിയിട്ടുണ്ട്. മനുഷ്യരായി പിറന്നിട്ടും ജീവിച്ചിട്ടും മനുഷ്യരാണ് ഞങ്ങളെന്ന് ഇപ്പോഴാണ് തോന്നിയത് എന്നൊരവബോധത്തിലേക്ക് ഒരു പറ്റം മനുഷ്യരെ എത്തിക്കാൻ അതിലെ കഥാതന്തുവും സംഭാഷണങ്ങളും മതിയായ തന്നെയാണ്. എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് സൂര്യൻ എന്തിനാണ് നമുക്ക് പ്രകാശം തരുന്നതെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്ന മറുചോദ്യത്തിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തിയും അർപ്പണ ജീവിതത്തിൻ്റെ അനന്യ സൗന്ദര്യവും വെളിപ്പെടുത്താൻ പോന്ന സംഭാഷണ മികവ് ആസ്വാദകർക്കുള്ളിൽ അവശേഷിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സംഭാഷണങ്ങളുടെയും അഗ്രങ്ങൾ കൂട്ടിച്ചേർത്താൽ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്താണെന്ന്, അതിൻ്റെ ആപാത ചൂട സൗന്ദര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർ നരുളി നിൽക്കുമോമലേ ഹന്തധന്യമിഹ നിന്റെ ജീവിതം. അതെ, ഒരേ സമയം സൂര്യന് ആത്മശോഭയും തന്നിലേക്ക് മധു തേടി വരുന്ന വണ്ടിന് മധുരവും പകർന്നു നിൽക്കുന്ന ആ പുഷ്പത്തിൻ്റെ ധന്യജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് കുമാരനാശാൻ. പ്രേക്ഷകർക്കും സിനിമയുടെ ക്രൂവിനും സുപരിചിതമായൊരു സംഭവത്തെ കലാമൂല്യം ചോരാതെ, വിരസത കൂടാതെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു എന്നതിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. മതതീവ്രവാദങ്ങളും മനുഷ്യത്വരഹിത നാടുവാഴിത്തങ്ങളും സ്വതന്ത്ര ഭാരതത്തിന് അന്യമല്ലെന്ന സ്ഥിതിവിശേഷത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഛായാഗ്രാഹകൻ മഹേഷ് ഒപ്പിയെടുത്തിയിരിക്കുന്നത്. ഉദയനഗർ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് രഞ്ജൻ എബ്രാഹിമിൻ്റെ കരങ്ങളിൽ തികച്ചും പ്രൊഫഷണലായി. ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. റാണി മരിയായി വിൻസി അലോഷ്യസും കെർലിയായി സൊനാലി മുഹന്തിയും വേറിട്ട് നിൽക്കുന്ന പൂർവ്വയെ അവതരിപ്പിച്ച അഞ്ജലി സത്യനാഥും പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ചവരാണ്. ഗോത്രവർഗ ജീവിത പശ്ചാത്തലവും അതിൻ്റെ ശൈലികളും അതിൻ്റെ തനിമയും സിനിമയ്ക്ക് എടുത്തു പറയത്തക്ക ഒരു ഒറിജിനാലിറ്റി നൽകിയിട്ടുണ്ട്. ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്ത് പാകം വന്ന ഷൈസൻ ഔസേപ്പിൻ്റെ കൈകളിൽ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിന് അച്ചടക്കം നിറഞ്ഞ ഒരു ശാലീനത കൈവന്നിട്ടുണ്ട്. ആദിവാസി താളങ്ങളും ചുവടുകളും വായ്ത്താരികളും ചിത്രത്തിലെ സംഗീതത്തിനും അതിൻ്റെ പശ്ചാത്തലത്തിനും ചേർന്നതെന്ന് പറയാതിരിക്കാനാവില്ല. മധ്യപ്രദേശിലെ ഗോത്രവർഗത്തിൻ്റെ തനിമയിൽ അൽഫോൻസ് കുരുത്ത സംഗീതം ഓസ്കാർ പരാമർശത്തിൽ ഇടം നേടിയെന്നത് അത്ഭുതാവഹം തന്നെയാണ്. കൈതപ്രം നമ്പൂതിരിയുടെ ഗാനരചന ചിത്രത്തിലെ സന്ദർഭങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നുണ്ട്. ഭാരതത്തിലെ 16 സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരുടെ പ്രവർത്തന നിരയാണ് ഈ സിനിമയുടെ അകവും പുറവും മെനഞ്ഞത്. നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വരത ഭാരതത്തിൻ്റെ മുഖമുദ്രയായി പ്രഘോഷിക്കുന്ന നമുക്ക് വിഭാഗീയത മറക്കാനും നന്മയിൽ ഒരുമിക്കാനും നല്ല ഭാരതീയരാകാനും ഇതിലും നല്ലൊരു തെളിവ് വേണം. അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ വ്യക്തിത്വങ്ങളിലേക്കും ക്യാമറകൾ പതിയുന്നു എന്നത് ശ്ലാഘനീയമാണ്. പരമസൗന്ദര്യത്തിൻ്റെ ഛായയും ചേതനയുമാണല്ലോ കലാരൂപങ്ങളെല്ലാം തന്നെ. പരനിന്ദയും അവഹേളനങ്ങളും വർഗീയതയുമില്ലാതെ മനുഷ്യജീവിതത്തിൻ്റെ നേരും നിറവും നിലാവും പകർന്നു നൽകാൻ കലകൾക്ക്, പ്രത്യേകിച്ച് സിനിമയ്ക്കാകുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ സിനിമ. ഒപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മലയാള സിനിമ പദമൂന്നുന്നത് ഓരോ മലയാളിക്കും അഭിമാനഹേതുവാണ്. വിജയസരണികൾ കടന്ന് ഓസ്കാർ നോമിനേഷനിലേക്ക് ഈ സിനിമ എത്തിയെങ്കിൽ നന്മകൾക്കും നേരറിവുകൾക്കും വെളിച്ചം മങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.